കൂട്ടുകാർ, ഇത് നാടൻ കോഴിമുട്ടയാണ് കേട്ടോ. എൻ്റെ വീട്ടിലുണ്ടായ കോഴികളുടെ മുട്ടയാണ്. അപ്പോൾ ഈ കോഴികൾ എല്ലാ ദിവസവും മുട്ട തരും. അപ്പോൾ അങ്ങനെ മുട്ട ഇടതടവില്ലാതെ കോഴികൾ മുട്ടയിടാൻ വേണ്ടിയിട്ട് കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഒരു കോഴിത്തീറ്റ അതുണ്ടാക്കുന്ന, വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഉണക്കച്ചെമ്മീൻ്റെ തലയും വാലുമാണ്. നമ്മൾ ഉണക്കച്ചെമ്മീനൊക്കെ വീട്ടിൽ വാങ്ങിച്ചിട്ട് അതിൻ്റെ ക്ലീൻ ചെയ്യാൻ നേരത്ത് ആ തലയും വാലും ഒക്കെ നുള്ളി കളയുമല്ലോ. അത് കളയാതെ ഒന്നുകൂടി ഉണക്കിയിട്ട് നമ്മളൊരു ടിന്നിലിട്ട് വെച്ചേർന്നാൽ നമുക്ക് കോഴിത്തീറ്റ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാം. ഇതല്ലാതെ നമ്മൾ ഈ ഉണക്ക അറിഞ്ഞീനുണ്ടല്ലോ, അല്ലെങ്കിൽ നന്ദൻ, അതും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ഇതാ കോഴിമുട്ടയുടെ തൊണ്ടാണ്. നമ്മൾ വീട്ടിൽ ഉപയോഗത്തിന് എടുക്കുന്ന കോഴിമുട്ട പൊട്ടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ തൊണ്ട് നമുക്ക് ഉണക്കി ഇതുപോലെ എടുത്ത് വയ്ക്കാം. അതിനകത്ത് നിറയെ കാൽസ്യമാണുള്ളത്. അപ്പോൾ വേറെ കാൽസ്യം സപ്ലിമെൻറ്റ് നമ്മൾ കൊടുക്കുകയേ വേണ്ട. പിന്നെ ഇത് തേങ്ങ പിണ്ണാക്കാണ്. തേങ്ങ കൊപ്ര ആട്ടിയിട്ടുള്ള ആ പിണ്ണാക്കാണ്. അത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തതാണ്. ഇത് ഇത്രയും മുഴുവൻ ചേർക്കില്ല കേട്ടോ. നമ്മൾ ഓരോ ഐറ്റം ചേർക്കുന്നതിന് ആനുപാതികമായിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മുട്ടത്തൊണ്ടും അതുപോലെ തന്നെ ചെമ്മീൻ്റെ വേസ്റ്റും അതും കൂടി പൊടിച്ചെടുക്കാം. മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അത് പൊടിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ തരിതരി എന്നുള്ള പാകത്തിനാണ് പൊടിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ആ പാകത്തിന് പൊടിച്ചെടുക്കാം. കണ്ടോ? അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു പാത്രം അരി ഇട്ട് കൊടുക്കുക. ഞാൻ ആ മുട്ടത്തൊണ്ടും ചെമ്മീൻ തല എടുത്തേക്കുന്ന അതിന് അനുപാതികമായിട്ടാണ് അത്രയും തന്നെ ഒരു പാത്രം അരി ഇട്ട് കൊടുത്തിട്ട്, പിന്നെ ഇട്ട് കൊടുക്കുന്നത് തേങ്ങ പിണ്ണാക്ക് പൊടിച്ചത്. അപ്പോൾ അരി അല്ലെങ്കിൽ ഗോതമ്പ്, അങ്ങനെ ഏതെങ്കിലും ഒരു ധാന്യം മാറി മാറി കോഴിക്ക് കൊടുക്കണം. അപ്പോൾ ഗോതമ്പ് തവിടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ധാന്യം അരി കൊടുത്താൽ മതി. അരിത്തവിടാണെങ്കിൽ എടുക്കുന്നതെങ്കിൽ നമ്മൾ ഗോതമ്പ് കൊടുക്കുക. അതിനുശേഷം ഞാൻ എടുക്കുന്നത് ഗോതമ്പ് തവിടാണ്. അതുകൊണ്ടാണ് അരി ചേർത്തത്. ഗോതമ്പ് തവിടും പിന്നെ ഗോതമ്പും ചേർക്കണം എന്നില്ല. അപ്പോൾ ഗോതമ്പ് തവിട് പിന്നെ അരി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇത് നല്ല പോലെ മിക്സ് ചെയ്യുക, ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ ഇതേപോലെ തീറ്റ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കോഴികൾ എന്നും മുട്ടയിടും. ഇനി ഈ തീറ്റ നമുക്കൊന്ന് നനച്ചെടുക്കണം. അപ്പോൾ നനച്ചെടുക്കാൻ വേണ്ടിയിട്ട് പച്ചവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ചേർത്തതാണത്. അപ്പോൾ കോഴികൾക്ക് അസുഖങ്ങളൊന്നും പിടിപെടില്ല. മഞ്ഞൾപ്പൊടി ഇടയ്ക്ക് കോഴിക്ക് തീറ്റയിലോ വെള്ളത്തിലോ ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ തീറ്റ നനയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്ത വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടിക്ക് പകരം പച്ചമഞ്ഞൾ ചതച്ച് ആ വെള്ളമാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ പുട്ടിന് നനയ്ക്കുന്ന പാകത്തിന് ഇതുപോലെ നനച്ചെടുക്കുക. അപ്പോഴാണ് കോഴികൾക്ക് കൊത്തി തിന്നാനായിട്ട് എളുപ്പം. അപ്പം നമ്മൾ നനച്ചിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ചു നോക്കുക, പാകമാണോ എന്ന്, നനവ് പാകമാണോ എന്ന്. ഒത്തിരി ലൂസായി കഴിഞ്ഞാൽ അത് കൊത്തി പെട്ടെന്ന് പുറത്തേക്കൊക്കെ കളയുകയും ചെയ്യും. പിന്നെ അത് പെട്ടെന്ന് ദഹിച്ചും പോവും. അപ്പോൾ കോഴികൾ വീണ്ടും ബഹളം ഉണ്ടാക്കും. അപ്പോൾ ഈ പാകത്തിന് കൊടുത്തു കഴിഞ്ഞാൽ കുറേ സമയം പിന്നെ കോഴികൾ ബഹളം ഉണ്ടാക്കാതെ കിടന്നോളും. അത് കഴിഞ്ഞിട്ട് ഇതൊരു 10-15 മിനിറ്റ്, 15 അല്ലെങ്കിൽ 20 മിനിറ്റ് അവിടെ മാറ്റി വയ്ക്കുക. കാരണം നമ്മൾ ചേർത്തേക്കുന്ന ആ അരി ഒന്ന് നല്ലപോലെ കുതിരണം. ഇനി ഗോതമ്പാണെങ്കിൽ നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് കോഴികൾക്ക് തീറ്റ അല്ലാതെ ഇലയും കൊടുക്കണം. ഇല, പുല്ലുവർഗ്ഗങ്ങൾ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണം. അപ്പോൾ ഇത് സാമ്പാർ ചീരയുടെ ഇലയാണ് കേട്ടോ. ഈ സാമ്പാർ ചീരയുടെ ഇല വളരെ ഗുണമുള്ളൊരു സാധനമാണ് കോഴികൾക്കാണെങ്കിലും മനുഷ്യർക്കാണെങ്കിലും. അപ്പോൾ അതില്ലാത്തപ്പോൾ വേണമെങ്കിൽ നമുക്കിതാ ചായമൻസയുടെ ഇലയും എടുക്കാം. ഇത് രണ്ടും കോഴികൾക്ക് മുട്ട കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന നല്ലൊരു ഇലയാണ്. അത് ചെറുതായിട്ട് ഒരു മുട്ടിയിൽ വെച്ചിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇത് ഫോളിക് ആസിഡ് ഒത്തിരി ഉള്ള സാധനമാണ് ഈ സാമ്പാർ ചീരയുടെ ഇല. അതുപോലെ തന്നെ ചായമൻസയും. ഇത് രണ്ടും ഒന്നിച്ച് കൊടുക്കണമെന്നില്ല, ഏതെങ്കിലും ഒരു ഐറ്റം കൊടുത്താൽ മതി. അത് മുട്ടയിടാൻ വേണ്ടിയിട്ട്. ഇനി അല്ലാത്ത കോഴികൾക്കാണെങ്കിൽ നമുക്ക് കപ്പങ്ങയുടെ ഇല കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ശ്രദ്ധിച്ച് കോഴികൾക്ക് തീറ്റയും അതുപോലെ തന്നെ പുല്ലും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കോഴികൾ നല്ല ഔഷധ ഗുണമുള്ള മുട്ടയിടും. അതുപോലെ തന്നെ ഒരു ബ്രേക്കും ഇല്ലാതെ സ്ഥിരം മുട്ട തരും.
വീട്ടിൽ എന്നും മുട്ടയുണ്ടാവും, നാടൻ കോഴിമുട്ട ഉണ്ടാവും. അപ്പോൾ ഇല ഇതുപോലെ അരിഞ്ഞ് അത് മാറ്റി വയ്ക്കുക. അതിന് ശേഷം നമുക്ക് നേരത്തെ നനച്ച് വെച്ചിരുന്ന തീറ്റ നമുക്ക് തീറ്റപാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലുള്ള അരിയെല്ലാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് തീറ്റപാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ തീറ്റ അതാത് ദിവസത്തേക്ക് മാത്രമായിട്ട് ഉണ്ടാക്കി വെച്ചേർന്ന് കഴിഞ്ഞാൽ എളുപ്പം നോക്കി നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ തീറ്റ പൂത്തു പോകും. അങ്ങനെ പൂപ്പലുള്ള തീറ്റ കോഴികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കോഴികൾക്ക് അസുഖങ്ങൾ വരും, കോഴികൾ ചത്തുപോകും. നമ്മൾ അതെല്ലാം പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ച ആ ഇലയും പാത്രത്തിലേക്ക് ഇടുക. അപ്പോൾ എല്ലാ ദിവസവും ഇതുപോലെ ഇലകൾ കൊടുക്കണം. ഇലകൾ കൊടുത്തില്ലെങ്കിൽ കോഴികൾക്ക് ദഹനം ശരിയായിട്ട് നടക്കില്ല. അപ്പോൾ അഴിച്ചുവിടാത്ത കോഴികളാണെങ്കിലും പിന്നെ അഴിച്ചുവിടുന്ന കോഴികളാണെങ്കിലും നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ ഇലകൾ അരിഞ്ഞ് കോഴികൾക്ക് കൊടുക്കണം. നമുക്കത് കോഴികൾക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് കോഴിക്ക് വെള്ളം വെച്ച് കൊടുക്കാം. അതിന് മുൻപ് ഇലയും കൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് തീറ്റ തിന്ന് കോഴികൾക്ക് വെള്ളം നന്നായിട്ട് കുടിക്കും. അപ്പോൾ നമ്മൾ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ വെള്ളത്തിൽ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ശുദ്ധമായ വെള്ളം കൊടുക്കണം കേട്ടോ കോഴികൾക്ക്. അതിനുശേഷം നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി കൊടുക്കുമ്പോൾ അതുകൾക്ക് കുറുകലോ അല്ലെങ്കിൽ ശ്വാസം മുട്ടലോ അങ്ങനെയൊന്നും അസുഖങ്ങളൊന്നും വരില്ല. കോഴികൾ നല്ല ആരോഗ്യത്തോടെ നിൽക്കും. അപ്പോൾ ഈ കോഴിത്തീറ്റയാണ് ഞാൻ ദിവസവും മുട്ട കിട്ടാൻ വേണ്ടിയിട്ട് കോഴികൾക്ക് കൊടുക്കുന്നത്. വേറെ കാൽസ്യം സപ്ലിമെൻ്റ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ കോഴിത്തീറ്റ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് കാണുക. വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം. താങ്ക്